ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാ നോർമലി മമ്മൂക്കെ കാണാതെ മോഹൻലാൽ കാണാതെ ഒരു ദിവസം തീരില്ല. ഒരു നല്ല പാട്ടെങ്കിലും കേൾക്കുമ്പോഴെങ്കിലും ഓർക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കും, പക്ഷെ എന്നെ കളിയാക്കരുത്, കുറച്ച് കരുണയോടെ ഉത്തരം പറയണം. ഞങ്ങൾ വാർത്ത വായിക്കുന്നത് കാണാറുണ്ടോ? പിന്നെ വാർത്ത വായിക്കുന്നത് കാണാറുണ്ട്, നിങ്ങളുടെ ചർച്ചകൾ കാണാറുണ്ട്. വാർത്തകൾ അറിയണ്ടേ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെന്താ അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽപ്പെട്ടവരാണ്? അല്ലല്ല, വാർത്തകൾ കാണും, ചർച്ചകളൊക്കെ ചിലപ്പോൾ കാണും. എന്തെങ്കിലും പറയണം തോന്നാറുണ്ടോ? ഏയ് പറയിക്കരുത്. അതല്ല, അപ്പം നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതും ചർച്ചയുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പോകത്തില്ല. കാരണം നിങ്ങൾ 4 ആശയങ്ങളുള്ള ആളുകളുമായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഈ ആകെ ഒരൊറ്റ ആശയമുള്ളൂ ഈ സിനിമയിൽ. ഈ സിനിമ എന്നുള്ള ഒറ്റ ആശയം, ഇതിൻ്റെ കഥ, ഇതിൻ്റെ വിജയമാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ ഈ സിനിമയിലാണ്. ചകച്ച വാർത്തയൊക്കെ കാണൂ? തീർച്ചയായിട്ടും. എന്താ ഞങ്ങളുടെ ഈ ചർച്ച, തർക്കം, ഇതൊക്കെ കാണൂ? ഇല്ല, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സിനിമയെക്കാളും സംഭവബഹലവും ആക്ഷനും ഉള്ള നമ്മൾ അരമണിക്കൂർ മാത്രം ഒരു ദിവസം കണ്ടുകൊണ്ടിരുന്ന വാർത്തകളാണ് ഇപ്പോൾ 20 ചാനലാണ്. അത് 24 മണിക്കൂറുമാണ്. അപ്പോൾ അത്രത്തോളം വാർത്തകൾ ഉണ്ടാവണം. അപ്പോൾ ഒരു വാർത്തകൾ എന്ന് പറയുന്നത് എന്തും വാർത്തയാവുന്നൊരു കാലമാണ്. അതിൻ്റെ ഒരു മത്സരം ഉണ്ടല്ലോ, അതൊക്കെ കാണാനുണ്ട്, ആൾക്കാർ ആസ്വദിക്കും. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാറി, ഇപ്പോൾ ഇൻഫർമേഷൻ അല്ലല്ലോ, ഇപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ്. ചാക്കോച്ചൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിൽ ഇത്ര റൊമാൻസ് ഉണ്ടാകും എന്നുള്ളത് ആ സോങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പം ഇത്രയും വലിയ അടിപിടി വെടി പോക്ക പടമാണെങ്കിലും ആ ഒരു മൊമെന്റ് ഉണ്ട് അല്ലേ? അടിപിടി എന്ന് പറഞ്ഞാൽ ഈ വിചാരിക്കുന്ന പോലത്തെ അടിയും പിടിയൊന്നുമില്ല കേട്ടോ. ഫുൾ AK-47 എടുത്തിട്ടുള്ള അടിയും പിടിയുള്ളൂ. AK-47 ഒന്നുമില്ല. AK-47 പിടിയും പോയൊക്കെ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതാണ് ഈ കുഴപ്പം. അല്ല, എനിക്കിപ്പോ സിനിമ കണ്ടിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പ്രൊമോഷൻ ഇന്റർവ്യൂ പറയുന്നതല്ലേ ഞാൻ ചോദിക്കുന്നത്. എവിടെയും പറയില്ല, ഞാൻ ഇത്തിരി ക്ഷീണത്തിലിരിക്കുകയായിരുന്നു എന്നൊക്കെ തൊട്ടും പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പറയൂ, ചാക്കോച്ചനെങ്കിലും പറയൂ. റൊമാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കൈൻഡ് ഓഫ് റൊമാൻസ്. ഞാൻ എന്ത് കൈൻഡ് ഓഫ് റൊമാൻസ് ആണ് വിചാരിച്ചത്? ഞാൻ എന്നെ ഇച്ചിരി തോക്കും വെടിയും പുകയൊക്കെ കണ്ടു. അപ്പൊ ഇച്ചിരി റൊമാൻസ്, ഇച്ചിരി വെടി, ഇച്ചിരി പുക. റൊമാൻസ് ഇച്ചിരി വെടിയും പുകയൊക്കെ ഉള്ളതാ. ശരി. ഈ ദർശന ജയ് 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 ഹോ മോഡൽ ആണോ വെടിയും പുക? സാധുവാണ്. അല്ല അത് അല്ലേ, ഇവരെല്ലാവരെയും എന്താണ് ഒരു 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 ലിങ്ക് ആണ്. ഒരു ചുരുക്കത്തിൽ ഒന്നും പറയത്തില്ല, ഒരു എപ്പിസോഡുമായിട്ട് ലിങ്ക്ഡ് ആയി ഇവരെല്ലാവരും. എല്ലാം കണക്റ്റഡ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലോയൽറ്റി ഉണ്ട്, പേട്രിയോട്ടിസം ഉണ്ട്, ബെട്രയൽ ഉണ്ട്. അങ്ങനെ എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഈ റിലേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫാദർ സൺ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കണക്ഷൻസും ഈ പറയുന്ന ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഇന്റർലിങ്ക്ഡ് ആണ്. അത് വേറെ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ ട്രാഫിക് സിനിമയിൽ അതുപോലെയായിരുന്നു. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയുടെ ലൈൻ പോകുന്നതിനിടയ്ക്കാണ് ചാക്കോച്ചന്റെ ക്യാരക്ടറിന്റെ ഒരു വളരെ വ്യക്തിപരമായ ഒരു പ്ലോട്ടും കൂടി അതിന് വളരെ മനോഹരമായിട്ട് വെച്ചത്. കുറച്ചതൊക്കെ ഉണ്ട്. ഓക്കെ, ശരി. ഈ അതിന്റെ ക്യാരക്ടറും ഉണ്ട്. അതവിടെ എന്റെ പേഴ്സണൽ ലൈഫൊന്നും അത്ര നല്ലതല്ല. എന്താണ് രാജു സാറിന്റെ ക്യാരക്ടറിന്റെ പേഴ്സണൽ ലൈഫ്? പേഴ്സണൽ ലൈഫ് നല്ലതാ സിനിമയിൽ. ഞാൻ ക്യാരക്ടറിനെന്ന് പറഞ്ഞു. ഈ പടത്തില് എന്താന്ന് പറഞ്ഞാൽ ഒരു സ്പീഡായി ട്രെയിൻ പോണ മാതിരി കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതില് ഈ ബ്രീഫ് റെയിൽവേ സ്റ്റോപ്സ് ആണ് ഈ പാട്ട്. അങ്ങനെയൊക്കെ ചെറിയ സ്റ്റോപ്പ്, വന്ദേ ഭാരത് ലെവലിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി വെരി എന്താ പറയണ, സെറ്റ് പീസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഇമോഷണൽ ഹെഫ്റ്റ് കാണിക്കാനായിട്ടാണ്. ഇറ്റ്സ് എ ത്രില്ലർ ഫിലിം. ഇസ് എൻ ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ വിച്ച് ഇസ് ഇന്റലിജന്റ്. നേരത്തെ ഒരു പ്രോഗ്രാമിലും, നിങ്ങളുടെ എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിലും പറയുന്നു, നടക്കാൻ പാടില്ലാത്ത കഥയാണ് പറയുന്നത്. നടന്ന കഥയല്ല, നടക്കുന്ന കഥയല്ല, നടക്കരുതാത്ത കഥയാണ്. ഓക്കെ, അതെന്താ അങ്ങനെ ഒരു ഡെഫിനിഷൻ? This is called Mamukkaism. ഇതൊരു പെർട്ടിക്കുലർ ഡെഫിനിഷൻ ഫോർ പേട്രിയറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നടന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം, നടക്കുന്നുമില്ല, പക്ഷെ നടക്കരുത് ഇങ്ങനെ. ശരി, കംപ്ലീറ്റ്ലി കൺഫ്യൂസ്. അല്ല, ആക്ച്വലി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഞാൻ അത് കേൾക്കാൻ രസമുള്ളത് കൊണ്ടാണ് കേട്ടോണ്ടിരുന്നത്. ഈ സ്റ്റോറി പറഞ്ഞു കേട്ടപ്പോ അതിന്റെ ഒരു ഫൈനലിലേക്ക് വന്നപ്പോ സിനിമ മുഴുവനും കണ്ടു കാണുമല്ലോ അല്ലേ? ഇല്ല,
കണ്ടില്ല. സിനിമ കണ്ടിട്ടില്ല ഞങ്ങൾ. ചുരുക്കത്തിൽ എനിക്കും സിനിമ എന്താണെന്നറിയില്ല, ചാക്കോച്ചനും സിനിമ എന്താണെന്നറിയില്ല. സിനിമ എന്താണെന്നൊക്കെ അറിയാം, പക്ഷെ സിനിമയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഒരു സിനിമയായിട്ട് സിനിമയുടെ ഭാഗങ്ങളെ കാണുമല്ലോ. ശരി, അപ്പൊ ആ കഥ കേട്ടു, അതിൽ അഭിനയിച്ചു, മറ്റുള്ളവർ അഭിനയിക്കുന്നത് കണ്ടു. ഒരാള് മറ്റേ വർമ്മ മാത്രമേ ഉള്ളൂ, പ്രകാശ് വർമ്മ. ഞാൻ കണ്ടത് എന്തൊരു പ്രോഗ്രാം ആയിരുന്നു അത്. പ്രകാശ് വർമ്മ മാത്രമേ മുഴുവൻ കണ്ടിട്ടുള്ളൂ അല്ലേ? ഉള്ളകട്ട ഉള്ളി മാത്രമേ ഉള്ളൂ. അത് ആരുടെ ആയിരുന്നു ആ തോട്ട? ഐഡിയ ആരുടെ ആയിരുന്നു? ചുമ്മാ അങ്ങനെ തോട്ടുണ്ടാക്കി നമ്മളാ. ഇല്ല, പിന്നെ നമ്മൾ ഒരുപാട് ഇംപ്രവൈസ് ചെയ്താ. അതായത് എഴുതി വെച്ച ഡയലോഗൊന്നും ഇല്ല, പഠിച്ച ഡയലോഗും ഇല്ല. ഇങ്ങനെ ഒരു സീൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് ഐഡിയ ചെയ്താൽ അങ്ങനെ സംസാരിച്ചു. അതും ചാക്കോച്ചനും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇത് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ പോയ ഉടനെ ഒരു വള്ളി വരുന്നുണ്ട്. ഇത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അങ്ങ് അത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഈ സിനിമ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈക്ക് മൈൻഡഡ് ആൾക്കാർ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഫഹദിന്റെ ക്യാരക്ടർ അതും പറയില്ലായിരിക്കും അല്ലേ? അല്ല, അവനൊരു ടെക്നോക്രാറ്റ്. ക്യാരക്ടർ പുള്ളിയുടെ മകനാണ്, ടെക്നോക്രാറ്റാ. ഫഹദ് ഒരു ഇപ്പം ട്രാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും അല്ലെ വേറൊരു വേൾഡിലേക്ക് സീനുകളൊക്കെ ഉണ്ടാവൻ 1 മണിക്കൂറൊക്കെ നിന്ന് ഡയലോഗ് പറയാം ഇംഗ്ലീഷിൽ. 1 മണിക്കൂർ ഒരുതരം ഫ്രൻസി ഡയലോഗൊക്കെ ഉണ്ട് ഫഹദിന് ഈ പടത്തില്, ഓക്കെ, ഈ സിനിമയിൽ. അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ തന്നെ ഫഹദ് എന്നുള്ളതാണ്. അതൊക്കെ നേരത്തെ ഉണ്ടെന്നേ. കഥ പറയുമ്പോൾ ഇയാളുടെ മനസ്സിൽ ഇവരൊക്കെ ഉണ്ട്. ഒരുപാട് സിനിമ ചെയ്തല്ലോ, എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ ഒരു സിനിമ പുതുതായിട്ട് വരുമ്പോൾ. അപ്പോൾ പോയ വർഷങ്ങളിലൊക്കെ നമുക്കൊരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വാർത്തയാണ്. നമുക്കത് സെലക്ട് ചെയ്യണമെങ്കിൽ അതിലൊരു കാര്യമുണ്ടാകും. കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ ഒരു മനുഷ്യന് ആഗ്രഹം വേണമെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒന്ന് ആയിരിക്കണമല്ലോ. അന്ന് ബ്രഹ്മയുഗം വന്നപ്പോൾ അങ്ങനെയായിരുന്നു, പേരൻപ് വന്നപ്പോൾ അങ്ങനെയായിരുന്നു. സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ചിത്രങ്ങളാണ്, വളരെ വ്യക്തിപരമായി പോലും. എന്താ കുറച്ചും കൂടെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഘടകം സിനിമയെക്കുറിച്ച് ഇനിയുള്ളത്? ഇനിയും കിടക്കല്ലേ ഇഷ്ടം പോലെ. എന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സൈറ്റ് ചെയ്യാവുന്ന കഥാപാത്രമാണ്. കഥയുള്ള കഥാപാത്രം മാത്രം ഉണ്ടായപ്പോൾ ആ കഥയ്ക്കും കഥാപാത്രത്തിനും അനുയോജ്യമായ ഒരു സംഭവം സിനിമയിലുണ്ടാവണം. അപ്പോൾ ഒരു പുതിയ സിനിമ വരുന്നു, ഒരു വലിയ ചിത്രം വരുന്നു, അത് നിങ്ങളുടെയൊക്കെ വലിയ സ്വപ്നമാകുന്നു. ഞങ്ങൾ പ്രേക്ഷകരെന്ന നിലയ്ക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പുതിയ വലിയ സംഭവങ്ങൾ മലയാളത്തിലേക്ക് വരാൻ കാരണമാകട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതൊരു പ്രശ്നം, എനിക്കൊരു വലിയ പരിഭവമുണ്ട്. എനിക്കൊരു വക്ക് ചോദിക്കാൻ പറ്റില്ല. മമ്മൂട്ടി, മോഹൻലാലും, ഫഹദ് ഫാസിലും ചാക്കോച്ചനും എല്ലാവരും കൂടി ഒരു സിനിമ ചെയ്യുന്നു എന്നതിനപ്പുറത്തെ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് റിലീസ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടി ചോദിക്കാനുള്ളൊരു അവസരം തരണം. ഞങ്ങൾക്ക് കുറച്ചുകൂടെ പറയാനുള്ള അവസരവും തരണം. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അപ്പോ മെയ് 1-ാം തീയതി ഞങ്ങളുടെ ചെറിയ സംരംഭത്തെ വലുതാക്കാൻ വേണ്ടി നിങ്ങളെ